ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ ഈ ഇലക്ഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഭാവി എന്തിനാണ് ഫ്യൂച്ചറിലേക്ക് വേണമെന്ന് ഓരോ വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ UP സെക്ഷൻ അല്ലെങ്കിൽ ഒരു ഹയർ ലെവൽ എത്തുമ്പോൾ വരെ നമ്മൾ അത് അവർക്ക് അവയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ഇലക്ഷൻ നടക്കുന്നതിൽ എഡ്യൂക്കേഷൻ മേഖലയിലേക്ക് കൂടുതൽ പ്രാധാന്യം ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ വിജയിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെ ഡെവലപ്പായിട്ടും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കൊന്നും തീരെ പ്രാധാന്യമില്ലാത്തൊരു രീതിക്കാണ് നിലവിലിപ്പം ഇലക്ഷൻ്റെ സമയത്ത് വിദ്യാർത്ഥികൾ ആവശ്യമുണ്ട്. വിദ്യാർത്ഥികളോട് അവരുടെ കാര്യങ്ങൾ ചോദിക്കും, പ്രശ്നങ്ങൾ ചോദിക്കും, എല്ലാം ചോദിക്കും, അങ്ങനെ പോകും. പക്ഷെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതെന്താണ്, ചോദിച്ച കാര്യങ്ങൾ പിന്നെ അവിടെ മാറ്റി വെച്ചു. പിന്നെ അവരുടെ അവരൊരു ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും, അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് മാത്രം ഫോക്കസ് ചെയ്യും. ആ രീതിക്കാണ്. ഞാനൊരു MSW സ്റ്റുഡൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ MSW പ്രൊഫഷനെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ ഈ ഒരു ഇലക്ഷനിലൂടെ MSW ട്രെയിനീസിനെയും അതേപോലെ പ്രൊഫഷണലായിട്ട് MSWനെ അംഗീകരിക്കണം. പൂർണ്ണമായിട്ട് ഇതിനൊരു രൂപം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. Development is increasing, but the job facilities and job opportunities in our countries really diminishing. Really decreasing, because lack of that, many people are migrating to many abroad countries. So in that case, in that scenario, I wish that means in this upcoming election and also after the election, we as a youngsters, we need many more developments and many more job opportunities. രാജ്യസഭ, പാർലമെന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വുമൻസിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ഇപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് വുമൻസും ഫീമെയിൽസും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിലോട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ, പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം ഇതിനൊക്കെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വരികയാണെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ പറയുന്ന ഏതൊരു രാജ്യം ഫുൾ വുമൻസിൻ്റെ ഭരണമാണ്, ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്കില്ലെങ്കിലും വുമൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി വരണം എന്നാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത്.